ഇരുന്ന് കഷ്ടപ്പെട്ട് അവര് കെട്ടിച്ചയച്ചിട്ട് വന്ന് പെട്ടത് ഇങ്ങനൊരു വീട്ടില്. മൂന്നുപേരും ഒന്നിനൊന്നിന് മെച്ച, മൂന്നുപേരും ഒന്നിനൊന്നിനെ ടോർച്ചറിങ്. സഹിക്കന്നെ, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ. 7 മാസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ കൂടെ ഒരു ദിവസം കിടന്നത്. അത് കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം പറയാം അത് അബദ്ധം പറ്റിയതെന്ന്. ഇങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്ക്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1.5 വയസ്സുള്ള തന്റെ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവനൊടുക്കിയ വിവഞ്ചിക കൊല്ലം കേരളപുരം സ്വദേശിനിയാണ്. ഇവരുടെ രണ്ടുപേരുടെയും മരണം സംബന്ധിച്ച് പുതിയ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. വിവഞ്ചിക താൻ മരിക്കുന്നതിന് മുൻപേ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി. അതിപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് അതിനകത്തുള്ളത്. ഭർത്താവിനെതിരെയും ഭർത്താവിന്റെ പെങ്ങൾക്കെതിരെയും അമ്മായിയപ്പനെതിരെയുമാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉള്ളത്. അതോടൊപ്പം ചില വോയിസ് ക്ലിപ്പുകൾ, സുഹൃത്തുക്കൾക്കൊക്കെ അയച്ച വോയിസ് ക്ലിപ്പുകൾ, അതായത് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഭർത്താവുമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നത്തിലായിരുന്നു ഈ ഒരു പെൺകുട്ടി. 2020 ഈ പെൺകുട്ടി വിവാഹം കഴിച്ചത്. കോട്ടയം സ്വദേശിയാണ് വിവാഹം കഴിച്ചത്. അതിനുശേഷം ഒരു കുഞ്ഞുണ്ടായി. ഇവർ രണ്ടുപേരും ഷാർജയിലായിരുന്നു. ഈ പെൺകുട്ടി, അതായത് വിവഞ്ചി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ HR മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ്. ഈ ഭർത്താവ് ഒരു എഞ്ചിനീയർ ആണ്, അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ പിണങ്ങി 2 സ്ഥലത്തായിട്ടാണ് താമസിക്കുന്നത്. ഈ വിവഞ്ചിയും ഒരു കുഞ്ഞും ഒറ്റയ്ക്കാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി അവിടെ ഒരു വേലക്കാരി വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള തർക്കങ്ങളെ കുറിച്ചിട്ടുള്ള വോയിസ് ക്ലിപ്പുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത്. അത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. ഇരുന്ന് കഷ്ടപ്പെട്ട് അവര് കെട്ടിച്ചയച്ചിട്ട് വന്ന് പെട്ടത് ഇങ്ങനൊരു വീട്ടില്. മൂന്നുപേരും ഒന്നിനൊന്നിന് മെച്ച, മൂന്നുപേരും ഒന്നിനൊന്നിനെ ടോർച്ചറിങ്. സഹിക്കന്നെ, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ. 7 മാസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ കൂടെ ഒരു ദിവസം കിടന്നത്. അത് കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം പറയാം അത് അബദ്ധം പറ്റിയതെന്ന്. ഇങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്ക്. അത്രയ്ക്ക് തഴന്താന്ന് പോയി. നമുക്ക് കാശില്ലല്ലോ, അവരെ വെറുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് കാശുണ്ട്, വണ്ടിയുണ്ട്. ഇപ്പൊ എന്നെ കൊണ്ട് പുള്ളിക്ക് വലിയ ബെനഫിറ്റ് ഒന്നും ഇല്ലല്ലോ, അങ്ങനെയാ പറയുന്നത്. അതുകൊണ്ട് തെറ്റ് മറ്റവര് കാണിച്ചാലും അത് പുള്ളി ഞാൻ തെറ്റ് കാണിക്കുന്നു എന്നാണ് വരുത്തി തീർക്കുന്നത്. കാരണം അവരെ ഇതൊക്കെ ഉള്ളത് കൊണ്ട്, പിന്നെ ഇപ്പൊ ഒരു കുട്ടി ഉള്ളത് കൊണ്ട് അതിനെ വെച്ച് മുതലെടുക്കുന്നു എല്ലാരും കൂടി. അങ്ങനെ പിന്നെ അവന് നോക്കുമ്പം ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം. പാർട്ടി ഇഷ്ടമുള്ളത് പോവാം, ആരും ചോദിക്കത്തില്ല. തോന്നുമ്പോ വരുന്നു, തോന്നുമ്പോ പോന്നു. കൊച്ചുണ്ട്, കൊച്ചിനെ നോക്കാൻ ഒരു വേലക്കാരിയെ പോലെ ഒരുത്തി വീട്ടിലുണ്ട്. അങ്ങനെ മോക്ക് ഒരു ബോഡി ഗാർഡിനെ വേണം. 24 മണിക്കൂർ അവൻ മോളെ ബോഡി ഗാർഡായിട്ട് നടക്കണം. മോളെ കൊച്ചിനെയും സന്തോഷിപ്പിച്ച് നടക്കണം. പിന്നെ കുറെ പൈസ അയാൾക്ക് അയച്ചു കൊടുക്കണം. ഇത്രയാണ് അച്ഛന്. അയാൾക്ക് പിന്നെ എൻ്റെ ലോക്കറിന്റെ കീ അയാളുടെ കയ്യിലായിരുന്നു, അത് ഞാൻ വാങ്ങിച്ചു. എൻ്റെ സ്വർണം ഞാൻ കൊടുത്തിട്ടില്ല. ഇത് അച്ഛൻ. മോള്, അവളെ ജീവിതത്തിൽ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരത്തേക്ക് ഒരു റബ്ബർ സ്റ്റാമ്പ് ഉണ്ട് കൂടെ. എന്നെ സന്തോഷിപ്പിക്കാൻ പാടില്ല, ഞാൻ സന്തോഷിക്കാൻ പാടില്ല. എന്നെ നിതീഷ് എവിടെയും കൊണ്ടുപോയിക്കൂടെ, എനിക്ക് നിതീഷ് ഒന്ന് വാങ്ങിച്ചു തന്നൂടാ. അവളെയും കൊണ്ട് നടക്കണം മോള്. അങ്ങനെ പിന്നെ എൻ്റെ ഭർത്താവ് ഇതെല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ പൊട്ടനെ പോലെ അഭിനയിക്കുന്നു. സാമൂന് അറിയത്തില്ല, ഒരു പെണ്ണ് പോവാവുന്നതിന്റെ, നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന്റെ അപ്പുറം എന്ന് വെച്ചാൽ അതിനപ്പുറം എക്സ്ട്രീം ലെവലിൽ ഞാൻ പോയിട്ടുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ചിലപ്പോ തലേ കൈയും വെച്ച് ഓടും. അങ്ങനെയൊന്നും പറയുന്നില്ല, പറയാതിരിക്കുന്ന ഭേദം. എല്ലാം ഒന്നും എനിക്ക് അമ്മയോടും പറയാൻ പറ്റില്ലല്ലോ. സമു, എന്താന്നറിയാം ഞാൻ പറഞ്ഞത് വേണ്ട ചേട്ടന്. കാരണം ഇവർക്ക്, നിങ്ങൾക്കറിയാന്ന് അവൻ അറിയത്തില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ ആ ഒരു പേടി, ആ ഒരു ബഹുമാനം നിങ്ങളടുത്തും പോവും. എന്നാലും അവൻ നന്നാവത്തില്ല. നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒഴിച്ച് ലോകത്തുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും. നമുക്ക് ഈ എന്താ പറയാ, ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും, ഈ ഉറക്കം നടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റത്തില്ല എന്ന് പറയത്തില്ല. അത് കറക്റ്റാ. അതാണ് നിതീഷ്. കാരണം അവനൊരു കുടുംബം അല്ല വേണ്ടത്. അവനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം, വലിയ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കണം. എന്ത് വെച്ചാലും പറയുന്നത്, കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ, കൊച്ചിന് ഫ്ലാറ്റ് വാങ്ങിച്ച്, വണ്ടി വാങ്ങിച്ച്. ഇപ്പൊ കൊച്ചിന് അതാണല്ലോ ആവശ്യം. ഇതൊക്കെ വാങ്ങിച്ചപ്പോഴേക്കും എല്ലാം ആയിന്ന്. അത് നിതീഷിന് അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല. നിതീഷ് പൊട്ടനൊന്നും അല്ലല്ലോ. അവരെ വീട്ടുകാരെന്താ ചെയ്തിട്ടുള്ളതെന്നും അവരെ വീട്ടുകാരെന്താ ചെയ്യണേന്നും എല്ലാം അവന് കറക്റ്റായിട്ട് അറിയാം. അവൻ ചുമ്മാ എന്താ പറയാ, നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ പറയത്തില്ല ചില ആണുങ്ങൾ, അത് തന്നെ
എന്നെ പറയാം, എന്ത് പറഞ്ഞാലും എന്നെ പറയാ, അത്ര തന്നെ. നീ കാരണം അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്ന അത്ര തന്നെ. ഈ ലോകത്ത് ആര് പറഞ്ഞാലും അവൻ കേൾക്കാൻ പോകുന്നില്ല. കാരണം ഒത്തിരി പറഞ്ഞാ പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനാ, അവരച്ഛൻ തന്നെ എന്റെ അമ്മയെ വിളിച്ച് പറയുന്ന കേട്ടില്ലേ, ഓ ഇപ്പോഴത്തെ ആമ്പിള്ളേർ അങ്ങനെയാന്ന്. 2 ദിവസം 3 ദിവസമൊക്കെ വീട്ടിൽ കയറാണ്ട് എവിടെങ്കിലും പോയി തങ്ങിയിട്ട് വരുന്നവനെ സ്വന്തം അച്ഛൻ തന്നെ എന്റർടൈൻ ചെയ്യുന്നു. എന്റെ അമ്മയുടെയും എന്റെ കുഞ്ഞിനെ ഞാൻ പിടിച്ചേക്കുന്നത് അവരെ മുന്നേ ചില പറഞ്ഞു, ഓ ഡിവോഴ്സ് ഒന്നും ഇപ്പൊ പുത്തിരി ഒന്നും അല്ലാന്ന്. ഇങ്ങനെയൊക്കെ ഒരു അച്ഛന്റെ സംസാരം. പെങ്ങള് പിന്നെ പറയണ്ടായിരിക്കുമല്ലോ. പിന്നെ അവൻ എന്താ വേണം? ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി അല്ലേ കൂടെ ഉള്ളത്. കയ്യില് പൂത്ത കാശില്ലായിരുന്ന സമയത്തും ഞാൻ കൂടെ വേണമായിരുന്നു. കാശായപ്പോ പുറങ്കാലം കൊണ്ട് ചവിട്ടി കളയട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാണിക്കാവുന്ന അത്രയും കാണിക്കട്ടെ ഞാനും വിചാരിക്കണേ. ഈ ഒരു പെൺകുട്ടി സ്വന്തം കുഞ്ഞിനെ കൊന്ന് മരിക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ഈ വോയിസ് ക്ലിപ്പ് കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പ്രധാനമായിട്ട് ഈ പെൺകുട്ടി മരിക്കുന്നതിന് മുൻപേ എഴുതിയ ഒരു ആത്മഹത്യാ കുറിപ്പുണ്ട്. അതിനകത്ത് വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പെൺകുട്ടി അവിടെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് തന്റെ ഭർത്താവിന് ശരിയായുള്ള ജീവിതമല്ല ഉള്ളത്, ഒരുപാട് പെൺകുട്ടികളുമായിട്ട് അടുപ്പമുണ്ട്. അത്തരത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളാണ്, കൃത്യസമയത്തൊന്നും വീട്ടിൽ വരത്തില്ല. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ സ്ത്രീധനത്തിന്റെ പേരിൽ വലിയ പീഡനങ്ങൾക്ക് ഇരയാക്കി ഇദ്ദേഹം. അതോടൊപ്പം തന്നെ ഈ അമ്മായിപ്പനും, അതായത് ഭർത്താവിന്റെ അപ്പനും ഇതുപോലെ അപമര്യാദയായിട്ടൊക്കെ ഈ പെൺകുട്ടിയോട് പെരുമാറി എന്നൊക്കെ ഉള്ള വിവരം ആ ആത്മഹത്യാ കുറിപ്പിലുണ്ട്. ആ ഒരു വിവരങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. അതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ പെൺകുട്ടി ആവുന്ന രീതിയിലൊക്കെ അവിടെ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തി. അതിനൊട്ടും സമ്മതിക്കാത്തത് ഈ ഭർത്താവിന്റെ പെങ്ങളാണ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ബിവഞ്ചിയുടെ അമ്മയും അതോടൊപ്പം തന്നെ സഹോദരനും പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. കൊച്ചു പറഞ്ഞ് ലാസ്റ്റ് നിമിഷത്തിൽ പറഞ്ഞ ഞങ്ങൾ അറിയുന്നത്. പക്ഷെ ഇവൻ ദേഹോപദ്രവം ചെയ്ത് ഇവൻ എൻ്റെ കുഞ്ഞിനെ 7-ാം മാസത്തിൽ പുറത്തിട്ട് അടച്ചിട്ട് അവൻ്റെ ചിറ്റപ്പൻ്റെ മോളെ ബേബി ഷവറിങ്ങിന് എവിടെ മസ്കറ്റിൽ പോയി. അവൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് പാതിരാത്രി ഉറങ്ങാൻ സമ്മതിക്കാതെ അവളെ മോനെ കൊണ്ട് അവസാനം വിളിപ്പിച്ച് അവൻ എൻ്റെ കൊച്ചിനെ പുറത്താക്കിയിട്ട് അവൻ പോയി മസ്കറ്റി. ആ ജോലിക്കാരി കൊച്ചു പറയുന്നു ഏതാണ്ട് 7-8 മാസമായെന്ന്. അവൻ ഭക്ഷണം മേടിച്ചോണ്ട് തിന്നതിൻ്റെ ബാക്കി അവിടെ ഇരുന്നപ്പോൾ അവള് ചോദിച്ചെന്ന് എനിക്കാന്ന് തോന്നുന്നു. അല്ല അത് പട്ടിക്കിടാനാന്ന്, നിനക്കല്ലെന്ന്. എൻ്റെ മോക്ക് ആഹാരം കൊടുത്തില്ല. അതറിഞ്ഞ് ഞാൻ അവൻ്റെ ഇതൊക്കെ അമ്മയോട് പറഞ്ഞിരുന്നോ വിളിക്കുമ്പോൾ? എന്നെ ഒന്നും അറിയിക്കത്തില്ല മോനെ. ഇത്തരത്തില് കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്നത് നമുക്ക് അറിയില്ലായിരുന്നു. ആ കുറിപ്പിനകത്ത് നിങ്ങൾ കണ്ടു കാണാം, അവൾക്ക് ആഹാരം കൊടുക്കത്തില്ല, കുഞ്ഞിന് അസുഖം വന്ന അവ ആശുപത്രി കൊണ്ടുവരത്തില്ല. അവിടുത്തെ ഒരു വേലക്കാര്യം വിളിച്ചോണ്ട് വേണം അവൾ ആശുപത്രി. കുഞ്ഞ് വയ്യ, കുഞ്ഞെ ആശുപത്രി കൊണ്ടുപോകാൻ വരണമെന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം ഇവൻ കഴിഞ്ഞ 6-7 മാസക്കാലമായിട്ട് ഇവൻ 3 ഇടവിട്ട് മാത്രമേ ഈ ഫ്ലാറ്റിലേക്ക് വരത്തുള്ളൂ, വല്ലപ്പോഴും മാത്രമേ. അതിനൊക്കെ തന്നെ ഇവന് വേറെ എക്സ്ട്രാ മാരിറ്റലായിട്ടുള്ള 1-ൽ കൂടുതൽ അഫെയറുകളുണ്ട്. ഇവൻ അവരുമായിട്ട് ബന്ധം പുലർത്തുകയും അതിന്റെ തെളിവുകൾ എന്റെ പെങ്ങള് കണ്ടുപിടിച്ചതിന്റെ ഭാഗമായിട്ടാണ് മറ്റ് പ്രശ്നങ്ങളൊക്കെ വന്നത്. മാത്രമല്ല ഇവളുടെ ഗോൾഡും മറ്റും കാര്യങ്ങളുടെ എല്ലാം ലോക്കറിന്റെ താക്കോൽ ഈ നിതീഷിന്റെ അച്ഛന്റെ കയ്യിലായിരുന്നു. അത് തിരികെ ചോദിച്ചപ്പോഴാണ് മറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളും തുടങ്ങിയത്. ഇത്തരം കേസുകൾ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും കൊടിയ പീഡനങ്ങൾ ഈ പെൺകുട്ടികൾ ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് പോലും വീട്ടുകാരോട് ഇതൊന്നും പറയുന്നില്ല. അതായത് സ്വന്തം വീട്ടുകാരോട് ഇതൊന്നും പറയുന്നില്ല. ഈ പെൺകുട്ടിയുടെ അമ്മയോടത്തോ അല്ലെങ്കിൽ സഹോദരനോടോ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ സുഹൃത്തുക്കളെടുത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടി പങ്കുവെച്ചിരുന്നു. അപ്പോൾ ഏത് വിധേനയും ഇവനോടൊപ്പം താമസിക്കുക, അതായത് ഈ കുട്ടിയുമായിട്ട് ഏത് വിധേനയും ഇവനോടൊപ്പം താമസിക്കുക, ഡിവോഴ്സ് ഒരു കാരണവശാലും കൊടുക്കില്ല എന്നുള്ള രീതിയിലാണ് ഈ പെൺകുട്ടി നിന്നത്. അവസാന ഘട്ടത്തില് ഈ പെൺകുട്ടി കൊല്ലത്തുള്ള ഒരു അഡ്വക്കേറ്റിനെ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയുള്ള മെസ്സേജ് ഇട്ട കാര്യം ഒരു അഡ്വക്കേറ്റ് പറയുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഗുഡ് ഈവനിങ് സാർ, ഞാൻ ശൈലജയുടെ മകളാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ബോട്ടിമിൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ സാറിൻ്റെ അവൈലബിലിറ്റി എപ്പോഴാണെന്നൊരു മെസ്സേജ് ഇട്ടേക്കെന്ന് ചോദിച്ചു. ആ മെസ്സേജ് ഞാൻ കാണുന്നത് 8:20-നാണ്. 8:22 ഞാൻ മെസ്സേജ് കൊടുത്തു. എൻ്റെ അഭിഭാഷകയായ മോളും ഞാനും ഉണ്ട്. നിങ്ങളെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. അറ്റ് എനി ടൈം യു ക്യാൻ കോൾ മീ എന്ന് പറഞ്ഞു. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ബോട്ടിനകത്ത് ഞങ്ങൾ ഒരു 9 മണിയോടുകൂടി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പോലും ആ മെസ്സേജ് ആരും റീഡ് ചെയ്തായിട്ട് കാണുന്നതുമില്ല. സ്വാഭാവികത ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ വളരെ കാം ആൻഡ് ക്വയറ്റും ബോൾഡായിട്ടുമാണ് എന്നോട് ആ മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഈഗർലി വെയിറ്റിംഗ് ആണ്
എൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ച് അറിയാനായിട്ട്. ഞാൻ ആ ഒരു 20 മിനിറ്റിനുള്ളിൽ ഇങ്ങനെ ഒരു സംഭവിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അതുകൂടാതെ അവരുടെ ഒരു മെയ്ഡുണ്ട്, ഈ കുട്ടിയെ പരിചരിക്കാൻ വരുന്ന, ഇവർക്ക് പാചകം ചെയ്യാൻ വരുന്ന ഒരു ലേഡി, ജോയ്സി എന്നോ മറ്റോ പേര്, അവർ തിരുവല്ലക്കാരിയാണ്. അവരെ ഞാൻ ഫോൺ നമ്പർ കളക്ട് ചെയ്ത് ഒരു 1:30 ഞാൻ അവരെ വിളിച്ചു രാത്രി വെളുപ്പാങ്കാലത്ത്. അപ്പോൾ അവർ അത് അറ്റൻഡ് ചെയ്തു. അപ്പോൾ പറയുന്നത്, ഞാനൊരു 6:45 കൊച്ചിനെ കുളിപ്പിച്ചു, അതിനെ പരിചരിച്ചു, കുറുക്ക് കാച്ചി കൊടുത്തിട്ട് ഞാൻ വേറെ ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് പോയി. തിരികെ വരുമ്പോൾ 10:45 തിരികെ വന്നു. ഈ വീട്ടിൽ തന്നെ വരുന്നു, കൊട്ടുന്നു, തുറക്കപ്പെടുന്നില്ല. ഈ പെൺകുട്ടി ഇത്തരം ഒരു കടുങ്കൈ ചെയ്യുന്നത് അതായത് ഈ ഭർത്താവ് ഈ പെൺകുട്ടിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചു. അത് കൈപ്പറ്റി തൊട്ടടുത്ത ദിവസമാണ് ഈ പെൺകുട്ടി തന്റെ 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഈ കയറിൽ തൂക്കി കൊല്ലുന്നത്. അതിനുശേഷം ആ കയറിന്റെ മറ്റേ അറ്റത്താണ് ഈ പെൺകുട്ടി തൂങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പെൺകുട്ടികൾ ഇത്തരത്തിൽ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഈ പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് ജോലിയുണ്ട്, ജീവിച്ചു പോകാനുള്ള സാഹചര്യമുണ്ട്, വീട്ടുകാരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ പെൺകുട്ടി തന്നെ ഇത്തരം ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഇവൻ നൽകുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ പറയുന്നത് പോലെ ഈ ഭർത്താവിന്റെ വീട്ടുകാരും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഈ പെൺകുട്ടിക്കെതിരെ അഴിച്ചുവിടുന്നുണ്ടെങ്കിൽ ഇവനെയും ഇവന്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഈ പറയുന്ന ഈ കുഞ്ഞിനെ വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും ധൈര്യമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. അല്ലാതെ ഇത്തരം സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത് ഏത് പെൺകുട്ടികളാണെങ്കിലും അത് നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും വിവഞ്ചിയുടെ വീട്ടുകാര് എല്ലാ ആളുകൾക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടി സ്വയം ജീവനൊടുക്കിയതല്ല, ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള രീതിയിലുള്ള പരാതിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് 1-ാം പ്രതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഭർത്താവിനെയും അതോടൊപ്പം തന്നെ ഭർത്താവിന്റെ പെങ്ങളെയുമാണ്. അതോടൊപ്പം 2-ാം പ്രതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ അമ്മായിയപ്പനെയാണ്, അതായത് ഭർത്താവിന്റെ പിതാവിനെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ കൊടിയ പീഡനം ഈ പെൺകുട്ടി ഏൽക്കേണ്ടി വന്നു. ഈ ആത്മഹത്യക്കുറിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ വായിക്കുന്ന സമയത്ത് ഒരു മനസാക്ഷിയുള്ള ആളുകൾക്കും അത് ഉൾക്കൊള്ളുവാൻ വേണ്ടി സാധിക്കത്തില്ല. അത്രയ്ക്കധികം കൊടിയ പീഡനങ്ങളാണ് ഈ ഭർത്താവിന്റെ വീട്ടുകാരും ഈ പെൺകുട്ടിക്കെതിരെ അഴിച്ചുവിട്ടത്. നമ്മുടെ നാട്ടില് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഈ ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.